കേശു, ഇത് എവിടെ പോയി കിടക്കണ? എന്തിനാ സാരിയെ കൊടുത്തേക്കുന്ന? അതൊക്കെ ഉണ്ട്. കേശുവേ, അമ്മായി ബുക്ക് സെറ്റ്. എന്തിനാണ് സാരിയെ കൊടുത്ത് പോണ്? എടാ, മലയാളം ബുക്കൊന്നും കിട്ടിയില്ലേ? അമ്മായി എന്നോടൊരു ബുക്ക് കൊണ്ടുവരാനല്ലേ പറഞ്ഞുള്ളൂ, അല്ലാതെ മലയാളം ഇംഗ്ലീഷ് ഒന്നും സ്പെസിഫിക് ആയിട്ട് പറഞ്ഞില്ലല്ലോ ഇതുവരെ. ആരുടെ ബുക്ക്? അതിനകത്ത് എഴുതിയിട്ടുണ്ട്, വായിച്ചു. ഇതാര്? അത് എഴുതിയ ആള് എന്തിനമ്മായി? ഒരു ഫേമസ് റൈറ്റർ ആണ്. അപ്പൊ അത് ചോദിക്കാനാണോ എന്നെ വിളിച്ചേ? എടാ, ഞാൻ കുറച്ച് ദിവസമായിട്ടേ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് റീൽസ് കാണുന്നുണ്ട്. എങ്ങനത്തെ റീല്? റീൽസ് എന്ന് വെച്ചാ ഈ സാരിയൊക്കെ ഒരു മെനയില്ലാതെ കൊടുത്ത് ബുക്കൊക്കെ പിടിച്ചോണ്ട് അങ്ങോട്ട് നടക്കും, ഇങ്ങോട്ട് നടക്കും, അങ്ങോട്ട് നടക്കും, ഇങ്ങോട്ട് നടക്കും, ഇരിക്കും, എടീക്കും, ഇരിക്കും, എടീക്കും, സ്റ്റെപ്പ് കയറുന്നു, ഇറങ്ങുന്നു, സ്റ്റെപ്പ് കയറുന്നു, ഇറങ്ങുന്നു, അങ്ങനത്തെ വീഡിയോസ്. മറ്റേ പട്ടിച്ചോണിക്കുള്ള പരിപാടി. ഇപ്പൊ ഞാൻ പറഞ്ഞ സത്യല്ലേ? എന്ത്? അമ്മായിക്ക് എന്തോ കുറവുണ്ടെന്ന്. അയ്യോ, അതെന്റെ കുഞ്ഞോക്ക് ഇപ്പോഴാണ് മനസ്സിലായേ. എടാ, എനിക്ക് കുറച്ച് വീഡിയോസ് എടുക്കണോടാ. എടാ, ഞാൻ നടക്കുമ്പോ നല്ല മൂഡായിട്ട് നീ അത് ഷൂട്ട് ചെയ്യണം, മനസ്സിലായ? എന്നിട്ട് കുറച്ച് BGM ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഹൃദയസ്പർശിയായ ഡയലോഗ്സ് ആഡ് ചെയ്യുമ്പോ നൊസ്റ്റാൾജിക് ഫീൽ അടിക്കൂടാ. ഈ എങ്ങനത്തെ ഡയലോഗാണ് അമ്മായി ഉദ്ദേശിക്കണത്? ഫോർ എക്സാമ്പിൾ, ഞാൻ ഇങ്ങനെ സ്ലോ മോഷനിൽ നടക്കും, അപ്പം ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന വോയിസ് ഓവറാണ്. ആത്മാവിന്റെ അന്തരാളങ്ങളിൽ കുന്തിരിക്കം പുകച്ചോണ്ട് വരുന്നവൾ ഗൗരി. എങ്ങനെ ഉണ്ടാവൂടാ? കളറാവൂലേ? പുകയ്ക്കും. സോഷ്യൽ മീഡിയ പുകഞ്ഞ് തീരും. ഞാൻ കത്തിക്കോടാ. ബുക്ക് കൊണ്ടുവരാൻ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ച് വായിക്കാനായിരിക്കും. അയ്യേ, അതിനല്ല. എടാ, വീഡിയോസ് കാണുമ്പോഴേ ആൾക്കാർക്ക് തോന്നണം ഞാനൊരു ഹാർഡ് കോർ റീഡർ ആണെന്ന്, ഒരു ബുദ്ധിജീവിയാണെന്ന്. തോന്നിപ്പിക്കുക. എടുക്കാം. നല്ല ഫീല് വേണം, നല്ല മൂഡായിട്ട് ക്യാപ്ചർ ചെയ്യണം. എന്താടാ നോക്കണ? ഒന്നുമില്ല, നോക്കാൻ പറ്റൂലേ? എടുത്തരാം. അല്ല ഫോണ്. അപ്പൊ തുടങ്ങാം. ഓ, തുടങ്ങിയേക്കാം. എവിടെ പിടിക്കാടാ? ഇല്ല, നോക്കട്ടെ അമ്മായി. ഞാൻ ഇവിടെ നിക്കാം. കൊള്ളാം, ഈ ഏരിയ തന്നെ കൊള്ളാം. ഒരു കാര്യം ചെയ്യ്, അമ്മായി അവിടെ നിന്നിട്ട് ഫസ്റ്റ് ടെക്സ്റ്റർ ഓടി, എന്നിട്ട് പിന്നെ മാറി നടന്നങ്ങ് വന്നാൽ മതി. ഓക്കെ ഓക്കെ, ഞാൻ ഇങ്ങനെ നിക്കാതെ. ആ ശരി, ഓക്കെ. എടാ, കുറച്ചുകൂടെ വലിയ ചോപ്പ് പൊട്ട് വെക്കട്ടാ? ചോപ്പ് പൊട്ടോ? ഇപ്പൊ തന്നെ ഓവറാണ്. ഇനി അതിവിടെ വേണ? റെഡി അമ്മായി? ഓ, എങ്ങനെയാ, രണ്ടുപേരുണ്ടോ? ഹലോ, ഞാൻ ഒറ്റയ്ക്ക് എടുക്കണ വീഡിയോ ആണ്, മാറിയില്ലേ? റെഡി. മാറി ഫ്രണ്ടിന്ന്. പാറുവേ, റെഡി. തുടങ്ങാടാ. പുല്ലിന്റെ സാക്ഷ്യം വേണോ? ഫീൽ ഉണ്ടാടാ? ആ മൂഡ് കിട്ടണുണ്ടാ ആ റീഡറിന്റെ? ഇങ്ങനെ അല്ലേ? ഞങ്ങളുടെ നാട്ടിലൊന്നും റീഡർ തെങ്ങിൽ നോക്കിക്കൊണ്ടിരിക്കുകയല്ലോ ഞാൻ പറയുന്നത്. ഇങ്ങനെ മതിയാടാ? ഏതാ? കൊള്ളാം. എടാ, ഇങ്ങനെ എടുക്കണം. എങ്ങനെ? ക്യാമറ ചെയ്യണതായിരുന്നു ഞാൻ അല്ലേ? ഫീൽ കിട്ടിയാ പോരെ? എന്തായാലും ഒരു അളവിനൊക്കെ ഫീൽ കിട്ടുള്ളൂ, കാരണം ചെയ്യണത് അമ്മായിയാണല്ലോ. ആക്ഷൻ. അത് മാങ്ങ ഉണ്ടേ, പക്ഷെ ഒന്നും അങ്ങോട്ട് വിളഞ്ഞിട്ടില്ല. കിട്ടിയാ? ഇല്ലമ്മായി, എറിഞ്ഞിടണം, നല്ല കിട്ടും. എന്തോന്നടാ ഞാൻ എന്തോന്ന് പറഞ്ഞു? വീഡിയോ ഷൂട്ട് ചെയ്യാൻ. ഈ മാങ്ങയുടെ കാര്യം പെട്ടെന്ന് പറഞ്ഞപ്പോ അങ്ങനെ മാങ്ങയുടെ കാര്യം നോക്കാൻ പോയി. ആര് പറഞ്ഞു മാങ്ങയുടെ കാര്യം? എന്തോന്ന് പാറു, മാങ്ങ തേങ്ങന്നൊക്കെ പറഞ്ഞു ഇവന്റെ ശ്രദ്ധ മാറുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ? ഇത് ഒരു മൂടി നടന്നു പറഞ്ഞു, നീ കണ്ടില്ലേ? എന്തായാലും അമ്മായി പ്രതീക്ഷിക്കണ മൂടൊന്നും ഇതിന് കിട്ടാൻ പോണില്ല, കാരണം അമ്മായി അല്ലേ ചെയ്യണത്. നിനക്ക് ഞാൻ 500 രൂപ തരാന്ന് പറഞ്ഞ? ഓ പറഞ്ഞു. ഇങ്ങനെ എന്നെ ട്രോളാണെങ്കിൽ 500 രൂപ പോയിട്ട് 10 രൂപ പോലും നിനക്ക് ഞാൻ തരൂല കേശു. അമ്മായി എന്ത് വേണേലും കാണിച്ചോ, കുഴപ്പമില്ല, ഞാൻ എടുത്തു തരാം. എടുത്തു തരുമോ? മര്യാദക്ക് എടുത്തു തരുമോ? ഉറപ്പാണോ? എന്നാ ഈ ആംബുലൻസ് വേണ്ട, വേറെ ആംബുലൻസ് പിടിക്കാം. വാ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.